നമസ്തേ. ശ്രീ നരേന്ദ്ര മോദി ഇന്ന് മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് വ്യാപകമായ രീതിയിൽ അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോഴും ചെയ്യുന്നത്. വ്യക്തിപരമായി ആക്ഷേപിക്കുക, അദ്ദേഹം ഇടുന്ന വസ്ത്രങ്ങൾ, അദ്ദേഹം കഴിക്കുന്ന ആഹാരം, അദ്ദേഹത്തിൻ്റെ ചലനം, അദ്ദേഹം ചെയ്യുന്ന യോഗ, ഇതൊക്കെ എന്തും, അതായത് ഇഷ്ടമില്ലാത്ത തൊടുന്നതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെയാണ് നരേന്ദ്രമോദിയെക്കുറിച്ച് ഇങ്ങനെ വ്യാപകമായിട്ടുള്ള കുറ്റങ്ങൾ, ആക്ഷേപങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, വിദേശങ്ങളിൽ പോയി പോലും നമ്മുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന പ്രവൃത്തികളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചൈനയും പാകിസ്ഥാനും ഒക്കെ ജയിക്കണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പാകിസ്ഥാൻ ഇവിടെ പുൽവാമ ആക്രമണം ഉണ്ടായപ്പോഴത് ഇന്ത്യൻ പട്ടാളം പറയുന്നു പോലീസ് പാകിസ്ഥാൻകാർ ചെയ്തതാണ്, ഞങ്ങൾ അവിടെ പോയി അതിന് പ്രതികാരം ചെയ്തു. പക്ഷെ ഇവിടെ ഉള്ളവർ സമ്മതിക്കത്തില്ല. കാരണം പറഞ്ഞാൽ അവർക്ക് പാകിസ്ഥാനോട് ആണ് കൂറ്. അതുപോലെ ചൈനയിൽ പോയി വേറെ എന്തൊക്കെയോ അണ്ടർടേക്കിങ്, എന്തൊക്കെയോ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്. എന്താണ് ആ എഗ്രിമെന്റിലുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ അത് പരസ്യപ്പെടുത്തിയിട്ടില്ല. രഹസ്യമായിട്ടുള്ള എന്താണ്, ധനസഹായം സ്വീകരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിനെ ദുർബലമാക്കാനുള്ള പരിപാടികൾക്ക് ഒത്താശ നൽകുന്നതിനെ കുറിച്ചായിരിക്കാം. എന്താണ് അവർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂറ വെളിയിലാണ്. ചങ്കിലക്ക് ചൈന എന്നും പറഞ്ഞ് നടക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. ഇവരൊക്കെ കൂടെ ചെയ്യുന്നത് എന്തിനാണ് മോദിയെ ഇങ്ങനെ കുറ്റം പറയുന്നത്? എന്താണ് മോദി ഈ രാജ്യത്തിനായിട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇവർക്ക് ചെയ്തിട്ടുള്ള ദ്രോഹം എന്താണ്? ഇവരുടെ ഈ പ്രതിപക്ഷത്ത് നിന്ന് ഇങ്ങനെ ആക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇവർ ഒന്നാമത് ഈ കുടുംബവാഴ്ചക്കാരാണ്. ഒരിക്കലും അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളല്ലാതെ അവരുടെ പാർട്ടി നേതൃത്വത്തിൽ വരത്തില്ല, അധികാര സ്ഥാനങ്ങളിൽ അവർ വരത്തില്ല. തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടിക്ക് കുടുംബക്കാർക്ക് കഴിഞ്ഞുള്ള സീറ്റുകളെ മറ്റുള്ളവർക്ക് നൽകുകയുള്ളൂ. എന്നിട്ടും അടിമകളെ പോലെ കുറെ ആൾക്കാർ അവർക്ക് സിന്ദാബാദും വിളിച്ചു നടക്കുന്നു. ആത്മാഭിമാനമുള്ളവർ ആരെങ്കിലും ചെയ്യുമോ അത്? എന്തിനു വേണ്ടിയാണ് അവരുടെ കൂടെ ഈ കുടുംബവാഴ്ചക്കാരുടെ കൂടെ നിൽക്കുന്നത്? പിന്നെ ഇവരെല്ലാവരും അഴിമതിക്കാരാണ്. അഴിമതിയിൽ നിന്ന് മുക്തനായിട്ടുള്ള ആരുണ്ട്? പൊതു മുതൽ കൊള്ളയടിച്ച് കേസുകളിൽപ്പെട്ട് കോടതി തോറും തെണ്ടി നടക്കുന്ന ആൾക്കാരാണ് മോദിയെ കുറ്റം പറയുന്നത്, മോദിയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവരുടെ ആക്ഷേപം? മോദി ഭരണഘടനയെ തകർക്കാൻ നോക്കിയാണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ 2/3 ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഭരണഘടന തന്നെ ഇല്ലാതാക്കിയേനെ. അങ്ങനെ ചില മത മേലധ്യക്ഷന്മാർ വരെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്താണ് ഇങ്ങനെ ധരിക്കാൻ കാരണം? അങ്ങനെ ഒരു നരേറ്റീവ് ആരോ കള്ളമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇട്ടുകൊടുത്തിരിക്കുകയാണ് പബ്ലിക്കിലേക്ക്. ഇതിന് വിദേശ ശക്തികളുടെ ഇടപാടുമുണ്ട്. അവരായിരിക്കും ഇതിനു വേണ്ട പ്രചാരണങ്ങൾക്ക് വേണ്ട പണം പമ്പ് ചെയ്യുന്നത് അവരായിരിക്കണം. അവരുടെയൊക്കെ പണം പറ്റിക്കൊണ്ട് സ്വന്തം മാതൃഭൂമിയെ ഒറ്റിക്കൊടുക്കുന്ന ദേശദ്രോഹികളാണ് അവര്. എന്താണ് മോദി ചെയ്ത കുറ്റം? ഇത് ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയെ അട്ടിമറിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അനുസരിച്ചല്ലേ അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം മാത്രമല്ല, BJP-ക്കാരും മുന്നോട്ട് വന്നു. കോടതികൾ ഏതെല്ലാം തരത്തിൽ BJP-ക്കോ അല്ലെങ്കിൽ ഭാരത സർക്കാരിനോ എതിരായിട്ട് എന്തെല്ലാം വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ജഡ്ജിമാരെയോ കോടതികളെയോ എന്തെങ്കിലും അധിക്ഷേപിക്കുന്ന രീതിയിൽ, കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏത് ഭരണഘടനാ സംവിധാനത്തെയാണ് ഇവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവർക്ക് ഈ പ്രാവശ്യവും, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിയപ്പോഴും അവർക്ക് വേണമെങ്കിൽ ഭരണഘടനയിൽ പല മാറ്റങ്ങളും വരുത്താമായിരുന്നു. അങ്ങനെ മാറ്റിയിട്ടുണ്ടല്ലോ. അതായത് ഈ 10% സാമ്പത്തിക സംവരണം കൊടുക്കാൻ ഒരു മാറ്റം വരുത്തില്ലേ ഭരണഘടനയിൽ? വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എൻ്റെ ഓർമ്മയിൽ ഇപ്പം വരുന്നില്ല. അപ്പൊ അങ്ങനെ മാറ്റാൻ പറ്റും, പക്ഷെ അവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ നേരത്തെ ഉള്ളവർ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവര് ഈ പട്ടികജാതി പട്ടികവർഗത്തിനും പിന്നോക്കക്കാർക്കും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പിന്നോക്കക്കാരിൽ മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തി അവർക്ക് കൂടി ആ സംവരണം കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ മറ്റുള്ളവർ നടത്തിയിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കിയിട്ടുമുണ്ട്. ഇതൊക്കെ കോടതിയിൽ കിടക്കുന്ന കേസുകളാണ്. അതായത്
ഇതുകൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന കോട്ടം എന്താണ്? ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അതുപോലെ അഴിമതി വീരന്മാരാണ് ഇവരെല്ലാം. ആ അഴിമതി നടത്തി കോടികൾ, നൂറുകണക്കിന് കോടികൾ കൊള്ളയടിച്ചപ്പോ ഒരു ബീഹാറിലോ അതുപോലെ പശ്ചിമ ബംഗാളിലോ ഒക്കെ മന്ത്രി, പശ്ചിമ ബംഗാളിലാണ് മന്ത്രിയുടെ PAയുടെയോ ഉദ്യോഗസ്ഥന്റെ അങ്ങനെ വീട്ടിൽ 300-350 കോടിയാണ് വീട്ടിൽ നിന്ന് നോട്ട് കെട്ടായിട്ട് എടുത്തത്. ഇതൊക്കെ എവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നത്? ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പൈസയല്ലേ? തങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പൈസ മന്ത്രിയുടെ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് കണ്ടിട്ടും അവർക്ക് തന്നെ വീണ്ടും കൊണ്ടുവന്ന് വോട്ട് കൊടുക്കുന്ന ആളുകളെ കുറിച്ച് എന്ത് പറയാനാണ്? ആത്മാഭിമാനം ഇല്ലാത്ത ആൾക്കാരാണ്. എന്നെ പറ്റിച്ചു, എന്റെ സ്വത്ത് കട്ടെടുത്തു എന്ന് പറയുന്നവരെ കുറിച്ച് എന്താണ് പറയുക? മോദി അങ്ങനെ ഏതെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ? ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ കുറെ കള്ളങ്ങൾ പറയുന്നതല്ലാതെ. റഫേൽ വിമാനം വാങ്ങിച്ചപ്പോഴെന്തെടുത്തു 30,000 കോടി മോദി സ്വന്തം സുഹൃത്തിന്റെ പോക്കറ്റിൽ ഇട്ടു കൊടുത്തെന്ന്. എന്തൊരു വിഡ്ഢി വർത്തമാനങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് കൈയടിക്കാനും ആ മനുഷ്യന് എങ്ങനെ ഒരു ചിന്തയും ഇല്ലാതെ വായിൽ വരുന്ന എന്തും വിളിച്ചു പറയുന്ന ആ മനുഷ്യന് വീണ്ടും പിന്തുണ കൊടുക്കാനും അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാനും വേണ്ടി ഇങ്ങനെ കുറെ ഒരു പറ്റം ആളുകൾ ഇങ്ങനെ നടക്കാൻ എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അഴിമതി നടത്തണം. ഖജനാവിൽ കൈയിട്ട് വാരി സ്വന്തം കാര്യങ്ങൾ നടത്തണം, സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം മോഹങ്ങൾ നേടിയെടുക്കണം. ഇതല്ലാതെ വേറെ എന്താണ്? അധികാര കസേരയിൽ ഞെളിഞ്ഞിരിക്കണം. രാജ്യത്തിന് എന്ത് സംഭവിച്ചാൽ ഞങ്ങൾക്ക് എന്താണ്? ചൈനക്കാരെ നിങ്ങൾക്ക് വല്ലതും വേണോ? പാകിസ്ഥാനെ ഞങ്ങൾക്ക് വല്ലതും വേണോ? ഞങ്ങൾ തരാം. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻകാരൊക്കെ വിജയപ്രതീക്ഷ എന്തെങ്കിലും ബെസ്റ്റ് വിഷസ് നേർന്നിരിക്കുന്നു. എന്തിനാ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പോയിട്ട് ഇന്ത്യയിൽ ജനാധിപത്യമില്ല, മറ്റാണ് മറിച്ച് ഇവിടുത്തെ എന്ത് ഭരണ സംവിധാനത്തെയും കുറ്റപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ഈ പൊതുജന മധ്യത്തിൽ ഇടിച്ചു താഴ്ത്താനും വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പം അവർ നിലവിളിക്കുന്നു, അയ്യോ മോദി ഭരണഘടന തകർത്ത് കളയും, ഇനി വന്നു കഴിഞ്ഞാൽ ഭരണഘടന തകർത്ത് കളയും, ഏകാധിപതിയാണ് മോദി എന്ന്. ഏതെങ്കിലും ഒരു ഏകാധിപത്യത്തിന്റെ ഒരു ലാഞ്ചനയെങ്കിലും മോദിയിൽ നിന്ന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു ആക്ഷേപം നടത്തുമ്പോൾ നിങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള ഉപോത്ബലകമായിട്ടുള്ള വസ്തുതകൾ കൂടി ചൂണ്ടിക്കാണിക്കൂ. മോദി എപ്പോഴാണ് ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ചത്? ഒരു വസ്തുത പറയൂ. വെല്ലുവിളിക്കുകയാണ്. ആ വസ്തുതകളില്ലാതെ വെറുതെ കള്ളത്തരങ്ങൾ പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ഇത് ചൂണ്ടിക്കാണിക്കൂ. ഒന്നാമത്തത്. ഇനി മോദി ഏകാധിപത്യം കാണിച്ചത് എവിടെയാണ്? ഒരു കാര്യം, ഒരു സംഭവം ചൂണ്ടിക്കാണിക്കൂ. ഏകാധിപതികളെ നമുക്കറിയാം. മനുഷ്യരോട് ഒരു മനുഷ്യപ്പറ്റോടുകൂടി പെരുമാറാൻ അറിയാത്തവർ ഇവിടെ തന്നെയുണ്ട്. മര്യാദയുള്ള ഒരു ഭാഷയിൽ സംസാരിക്കാൻ അവർക്ക് പറ്റത്തില്ല. അവർക്കത് അറിഞ്ഞുകൂടാ. അവർ ധിക്കാരവും ധാർഷ്ട്യവും കൊണ്ട് നടക്കുകയാണ്. അതിന്റെ ഫലം അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ മോദി എന്ത് ചെയ്തു? മോദി എന്ത് ഏകാധിപത്യ പ്രവണതയാണ് കാണിച്ചത്? എവിടെയാണ് കാണിച്ചത്? സ്വന്തം കീഴിലേക്ക് എല്ലാ അധികാരങ്ങളും അദ്ദേഹം കേന്ദ്രീകൃതമാക്കി വെച്ചിട്ടുണ്ടോ? ഇനി ഈ ആക്ഷേപങ്ങളുമായിട്ട് നിൽക്കുന്ന ഇവർക്ക് എന്തോ വലിയ സംഭവം, മോദിയെ മാറ്റണം. അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ആന്റിസിഡൻസ് എന്താണ്? അവരുടെ മുൻകാല ചരിത്രം എന്താണ്? ആ മുൻകാല ചരിത്രം എല്ലാം ജനങ്ങളെ പറ്റിച്ച ചരിത്രമാണ്, ഏകാധിപത്യത്തിന്റെ ചരിത്രമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ഏകാധിപതി ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയാണ്. അവരാണ് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി 1975 ജൂൺ 25 ഇപ്പം ജൂൺ മാസമാണ്, 25 ആകാൻ പോകുന്നു. ഈ ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രാജ്യത്തിന് വേണ്ടിയായിരുന്നില്ല, സ്വന്തം അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. സ്വന്തം പ്രൈം മിനിസ്റ്റർഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. താനല്ലാതെ വേറൊരാളും ഇവിടെ ഭരിക്കാൻ യോഗ്യനല്ല, ഞങ്ങളുടെ പാർട്ടി തന്നെ ഇല്ല എന്നുള്ള മൂഢ ചിന്തയിലല്ലേ അവരത് ചെയ്തത്. അങ്ങനെയുള്ളവര് വലിയ പൂവിട്ട് പൂജിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഏകാധിപത്യം മോദിയിൽ ആരോപിക്കുന്നു. മോദി എന്ത് ചെയ്തു? എനിക്ക് അതാണ്, നിങ്ങൾ ഒരു വസ്തുത പറയൂ. വസ്തുതയില്ലാതെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കോറസ് പടന്ന പോലെ ഏറ്റു പറയുകയാണ്. വാസ്തവത്തിൽ ഇത് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ജനങ്ങൾ ചിന്തിക്കണം.
നിങ്ങളെയെല്ലാം പറഞ്ഞു പറ്റിക്കുകയാണ് അവർ ചെയ്യുന്നത്. വെറുതെ ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കി അങ്ങ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ കുറെ ആൾക്കാരങ്ങ് ഏറ്റെടുക്കുകയാണ്. മതമേലധ്യക്ഷന്മാർ, വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ എല്ലാവരും പറയും, ഓ ഇവിടെ ഏകാധിപത്യമല്ലേ, ഇവിടെ മുന്നിൽ മോദി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭരണഘടന വരെ ഇല്ലാതാക്കി കളയുന്നു. ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, വഴി തെറ്റിക്കുന്നത് എന്തിനാണ്? അധികാരം പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു സങ്കല്പം? അപ്പൊ ഈ കോൺഗ്രസ്സുകാർ അവരുടെ പ്രകടന പത്രിക എഴുതിയിരിക്കുന്ന കുറെ 1,00,000 വീതം പാവപ്പെട്ട സ്ത്രീകൾക്ക് വർഷം 1,00,000 രൂപ വെച്ച് നൽകുമെന്നാണ്. അങ്ങനെ കുറെ സൗജന്യങ്ങൾ. മറ്റേ കേജ്രിവാളിനെ പോലുള്ളവര് കർണാടകത്തിൽ കോൺഗ്രസ്സുകാർ 200 യൂണിറ്റ് വൈദ്യുതി, മറ്റേ സൗജന്യം, ഈ സൗജന്യം എന്നൊക്കെ പറഞ്ഞ് കുറെ സൗജന്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഭരണം. ഇവരുടെ ഭരണ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം സൗജന്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. യാത്രാ സൗജന്യം, അതുപോലെ ഇല്ലാത്തവന് കൊടു, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടു, അത് സൗജന്യമായിട്ട് കൊടു. അത് ഇന്നും കൊടുക്കുന്നുണ്ട്. മോദി അതാണ് ചെയ്തത്. മോദി അങ്ങനെ പൈസ കൊടുക്കുകയല്ല ചെയ്തത്. മോദി കുറെ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് കാരണം സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ പ്രവൃത്തികളും മോദി ചെയ്ത എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. അവൻ്റെ ആഹാരം മുതൽ, അവൻ്റെ ഭവന നിർമ്മാണം മുതൽ, ആ ഭവനത്തിലേക്ക് കറണ്ട് കണക്ഷൻ, അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ, അതുപോലെ അവൻ്റെ ആരോഗ്യത്തിന് ആയുഷ്മാൻ ഭാരത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത് ഒരു പ്രധാനമന്ത്രിയോട് പറയാണ്, നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ലേ ചെയ്തത്? നിങ്ങൾ ലക്ഷക്കണക്കിന് കോടി രൂപ അവർക്ക് എഴുതിത്തള്ളിയില്ലേ? സാധാരണങ്ങൾക്ക് എന്തു കൊടുത്തു? ഒന്നും കൊടുത്തില്ല. ഈ രീതിയിലാണ് സംസാരം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് മോദി ഈ 10 കൊല്ലം ഭരിച്ചതെന്ന് ഒരു വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഒരാൾക്ക് പരിശോധിച്ചാൽ, സമചിത്തതയോട് പരിശോധിച്ചാൽ കാണാം. എവർക്ക് അതൊന്നും കാണാൻ പറ്റത്തില്ല. അവർ വിദ്വേഷത്തോടു കൂടി ഇരിക്കുകയാണ്. മോദിയോടുള്ള വെറുപ്പിനാൽ അവർ അന്ധരായിട്ടിരിക്കുകയാണ്. ഇവരുടെ ബുദ്ധി മോഹിതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അത് പ്രധാനമന്ത്രി ആവാസ് യോജന എത്ര കോടി വീടുകളാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശുചിത്വ മിഷൻ പ്രകാരം എത്ര കോടി ശൗചാലയങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. വീട് വെക്കുക, ശൗചാലയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കറണ്ട് കണക്ഷൻ കൊടുക്കുക, ഗ്യാസ് കണക്ഷൻ കൊടുക്കുക, പിന്നെ ആരോഗ്യ സംരക്ഷണം ചെയ്യുക, അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. വ്യാപകമായിട്ട് ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടക്കുന്നു. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അതിനായിട്ട് സർക്കാർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. മോദി സർക്കാർ അതൊക്കെ തൊഴിൽ സൃഷ്ടിക്കാതെയാണോ? അതൊക്കെയാണ് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നത്. അതൊക്കെ തൊഴിൽ സൃഷ്ടിക്കുന്നു. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിൽ ദിനങ്ങളാണ് അതൊക്കെ സൃഷ്ടിക്കുന്നത്. അതൊക്കെ ചെയ്ത് അതിനകത്തൊന്ന് കൂലി വാങ്ങിച്ച് തിന്നുന്നത് സാധാരണ ജനങ്ങളാണ്. അവരെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? മഹാപാപമല്ലേ അതൊക്കെ? അങ്ങനെയൊക്കെ ചെയ്യാൻ പോരുണ്ടോ? പിന്നെ അതുപോലെ തന്നെ മുദ്ര യോജന, അവരെ ഈ തൊഴിൽ ദാതാക്കന്മാരാക്കുകയാണ്. തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ ദാതാക്കന്മാരാക്കുകയാണ് മോദിയുടെ പദ്ധതി പ്രകാരം. അല്ലാതെ അവർക്ക് കുറെ സൗജന്യം കൊടുക്കുകയല്ല. ഡിഗ്രിക്കാര് തൊഴിലില്ലാതെ നടന്നു കഴിഞ്ഞാൽ എന്നാ അവർക്ക് മാസം തോറും എന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് കൊടുക്കുന്നതല്ല ഭരണം. അവര് തൊഴിലെടുക്കണം, അതിനുള്ള സഹായം ചെയ്തു കൊടുക്കണം. അതാണ് ശരിയായ വികസനം, ശരിയായ രാജ്യ ഭരണം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ വിഭവങ്ങൾ കൊണ്ടുവന്ന് ധൂർത്തടിച്ചും സൗജന്യമായിട്ട് കൊടുത്തും തകർക്കുകയല്ല, തീർക്കുകയല്ല അത് ചെയ്യേണ്ടത്. അവർക്ക് ഒരുപാട് ഇവിടെ മുദ്രാ യോജന, അതുപോലെ തന്നെ തെരുവ് കച്ചവടക്കാർക്ക് സ്വനിധി, അങ്ങനെയുള്ള പദ്ധതികൾ, പല പദ്ധതികളും ഇങ്ങനെ നടപ്പിലാക്കുന്നു. എത്ര കോടിക്കണക്കിന് ആൾക്കാർക്കാണ് അതുകൊണ്ട് ജോലി കിട്ടുന്നത്. 2 കോടി ജോലി കൊടുക്കുന്ന, വർഷം തോറും 2 കോടി പേർക്ക് ജോലി കൊടുക്കുന്ന പറഞ്ഞാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി ജോലികളാണ് കൊടുത്തിരിക്കുന്നത്. മുദ്ര യോജനയുടെ കണക്ക് തന്നെ എടുത്താൽ അറിയാം. അതുപോലെ സ്വനിധി, അതിന്റെ കണക്കെടുത്താൽ അറിയാം. അതുപോലെ പല പദ്ധതികൾ. ഇതൊന്നും ആളുകൾ കാണുന്നില്ല. എന്നിട്ട് ഒരു തൊഴിലെവിടെയെന്ന്. തൊഴിൽ കിട്ടത്തില്ല. ഇവിടെ കേരളത്തിൽ ഒരിക്കലും തൊഴിൽ കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ടല്ല, തൊഴിൽ ചെയ്യാൻ മനസ്സില്ല.
ഇവിടെ 10-50,000 കോടി രൂപയാണ് ഇവിടുന്ന് ഇത് അന്യസംസ്ഥാന തൊഴിലാളികളെ അടിച്ചോണ്ട് പോകുന്നത്. അവരുടെ നാട്ടിൽ തൊഴിലില്ലാത്തതുകൊണ്ടൊന്നും അല്ല, അവരിവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ ശമ്പളം കിട്ടും. അവരിവിടെ വന്നു, നമ്മുടെ ആൾക്കാർ ഗൾഫിൽ പോയി മണ്ണി വെക്കുന്ന പോലെ ഇവിടെ അതുപോലെയാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ദിവസം 1000 രൂപ വെച്ച് കിട്ടുകയല്ലേ. ഒരു 10-25 ദിവസം ജോലി ഉണ്ടെങ്കിൽ 10-25,000 രൂപ കിട്ടും. അവർക്ക് ആഹാരത്തിന് കഴിഞ്ഞ ഒരു 10-15,000 വീണ്ടെങ്കിലും വീട്ടിൽ അയക്കാം. അപ്പൊ ഇത് തൊഴിലില്ലാത്തതല്ല കാരണം, തൊഴിൽ ചെയ്യാൻ മനസ്സില്ലാത്തതാണ്. അങ്ങനെയുള്ളവർ മാറി തന്നെ. എനിക്ക് ജോലി എവിടെ? ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കോളർ ജോബല്ല. ഇവിടെ തന്നെ സംസ്ഥാന സർക്കാർ അത് സംസ്ഥാന ഗവൺമെന്റിലേക്ക് എത്ര തൊഴിൽ ആണ് ഒഴിവ് വരുന്നത്? വർഷം തോറും എത്ര ഒഴിവ് വരും? അത്രയാണോ? വർഷം തോറും ഗ്രാജുവേഷൻ കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന തൊഴിൽ അന്വേഷകരുടെ എണ്ണം അത്രയാണോ? അപ്പൊ ഇവിടെ അങ്ങനെ സർക്കാരിന് അങ്ങനെ തൊഴിൽ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വ്യവസായങ്ങൾ ഉണ്ടാവണം. വ്യവസായങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇവിടെ വ്യവസായങ്ങൾ നടത്താൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ആകെ കൂടെ തൊഴിലെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വിളിക്കുക എന്നുള്ളതാണ്. ആ തൊഴിൽ കൊണ്ട് വ്യവസായങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പൂട്ടിപ്പോകുന്നു. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്, സ്വകാര്യ വ്യക്തികളുടെയാണ്. അതൊക്കെ അവിടെ പണി ചെയ്യണം, അധ്വാനിക്കണം, ശരീരം അനങ്ങണം. അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ശരീരം അനങ്ങാതെ നോക്കുകൂലി വാങ്ങിക്കുക, ഇതാണ് നമ്മുടെ പരിപാടി. എന്നിട്ട് കിടന്ന് മോദി തൊഴിൽ തരുന്നില്ല, മോദി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇത് അതായത് മോദിയെ അനാവശ്യമായിട്ടാണ് ഇവരെല്ലാം കുറ്റപ്പെടുത്തുന്നതും ആക്ഷേപിക്കുന്നതും. മോദി ഇവരുടെ ആക്ഷേപങ്ങൾക്ക് അർഹമായ രീതിയിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം ഏകാധിപത്യ പ്രവണത കാണിച്ചതായിട്ട് ഒരു തെളിവുമില്ല. ഭരണഘടനയെ മാറ്റാൻ പോകുന്നത് പറഞ്ഞായിട്ട് ഒരു തെളിവുമില്ല. പിന്നെ തൊഴിൽ സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു. ഇവിടെ തന്നെ പാർപ്പിട പദ്ധതി പ്രകാരം ഇവിടെ തന്നെ എത്രയോ പാർപ്പിടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു കൃത്രിമം കൂടെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ആ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനോട് കൊടുക്കേണ്ടി വരുന്നു. ഇവിടുത്തെ എന്താണ് അതിന് പറയുന്നത്, ഇവിടുത്തെ ഭവന നിർമ്മാണത്തിന് ലൈഫ് മിഷനിൽ 1.5 ലക്ഷം രൂപ, ആകെ 4 ലക്ഷം കൊടുക്കുന്നതിൽ 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അത് മറച്ചു വെക്കും. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പദ്ധതി. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് വാസത്തെ അതിനകത്ത് ഒരു പൈസയും ഇല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നിട്ട് അതായത് ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മോദി ചെയ്തതുപോലെ ഒരു പ്രവർത്തനങ്ങളും വേറെ ഒരു പ്രധാനമന്ത്രിമാരും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കുന്നതിൽ അതും അതുപോലെ തന്നെയാണ്. പിന്നെ മറ്റൊരാക്ഷേപം കോർപ്പറേറ്റുകൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ എഴുതി തള്ളുന്നതല്ല, നിങ്ങൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണ്? ഈ സാധാരണ വ്യവസായങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് പുതുതായിട്ട് വ്യവസായം തുടങ്ങാൻ പല ഇൻസെൻറ്റീവ്സും കൊടുക്കും. അതാണ് ഒരൈറ്റം. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റുകൾക്കായിട്ട് അതൊന്നും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ബാങ്കിൽ കടം വരുത്തുന്ന ആൾക്കാർക്ക് അത് ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന്, അത് കുടിശ്ശികയായി കഴിഞ്ഞാൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് അത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കും. വേവ് ചെയ്യുകയല്ല, റൈറ്റ് ഓഫ് ചെയ്യുകയാണ്. അതായത് അവര് അത് പിടിക്കാതിരിക്കത്തില്ല. ആ കുടിശ്ശികയൊന്നും ഇത് കടമെടുത്ത ആളുകളിൽ നിന്ന് പിടിക്കാതിരിക്കില്ല. തൽക്കാലത്തേക്ക് അവരുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി വേറൊരു അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതേ ഉള്ളൂ. ഇതിനെയാണ് ഇവിടെ എഴുതിത്തള്ളി എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തൊരു വിഡ്ഢിത്തങ്ങളാണ്, വിവരമില്ലായ്മയുടെ കാര്യമാണ്. അല്ലെങ്കിൽ മനഃപൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടി കണ്ടില്ലെന്ന് കണ്ണ് കെട്ടിക്കൊണ്ട് കാണുക. ഇതാണ് ഇതിനകത്തുള്ള ഞാൻ അവസാനമായി പറയാണ് ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, മോദി ഏകാധിപതി എന്നും ഭരണഘടന തിരുത്താൻ ശ്രമിക്കുന്നുവെന്നും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ അതിനുള്ള തെളിവ് കൊടുക്കണം. ഇനി വേറെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അതിനും തെളിവ് കൊടുക്കണം. ഒരു വസ്തുതയെങ്കിലും അതിന് ചൂണ്ടിക്കാണിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഭോഷന്മാരാണ്. നിങ്ങളെല്ലാവരും മോദിയെ മനഃപൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങളെല്ലാവരും അഴിമതി വീരന്മാരും നിങ്ങളെല്ലാവരും കുടുംബ വാഴ്ചക്കാരുമാണെന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കാൻ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.